നോറയെ വിടാതെ പിടിച്ചു വെച്ച് പിടി വിടാതെ കളിക്കുകയാണ് അൻസിബ. കട്ടിലിൽ കയറിയിരുന്ന് വീണ്ടും ഭരണം തുടങ്ങിയിരിക്കുകയാണ്. ഋഷിയെ അടിമയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അൻസിബയ്ക്കായിരിക്കോ ഋഷിക്കായിരിക്കോ നെഗറ്റീവ് ആവാൻ പോകുന്നത്? നോറയ്ക്ക് അൻസിബ ഇപ്പം കാണിക്കുന്ന കുറേ വേലകൾ കൊണ്ട് സപ്പോർട്ട് കൂടുമോ കുറയോ? എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഈ നേരം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്നലെ രാത്രി ഇന്നലത്തെ ടോപ്പിക്ക് നമുക്കറിയാം, കംപ്ലീറ്റ് ഈ പറയുന്ന നോറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വീട്ടുകാർ എല്ലാവരും കൂടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോറയുടെ ഭാഗത്ത് തെറ്റുണ്ട്. വീട്ടുകാരെല്ലാവരും വലിച്ചു കീറി നോറ നാട്ടുകാരുടെ മുമ്പിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കേസിനെ എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. രാവിലെ സിജോ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, സായി ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അൻസിബ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഋഷി ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ജിൻഡോ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എല്ലാവരും വളഞ്ഞിട്ട് നോറയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. നോറ ഹാവ് നോ ആൻസർ. ഒന്നും നോറയ്ക്ക് പറയാനില്ല. പക്ഷെ ഈ ടോപ്പിക്ക് അവിടെ എല്ലാവരും കളയുന്നു. പിന്നീട് എല്ലാവരും നോറ എടുത്ത് സംസാരിക്കുന്നു. പഴയതുപോലെ അല്ലെങ്കിലും ഒരു ഇച്ചിരി ഇതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും പഴയതുപോലെയൊക്കെ സംസാരിച്ച് മിങ്കിളായി വരുന്നുണ്ട്. പക്ഷേ ഇത് വിടുന്നില്ല. ആര്? അൻസിബ എടുത്ത് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അവളുടെ വീട്ടുകാരെ അവൾ മനഃപൂർവ്വം വലിച്ചിടാൻ കൊടുക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ ഇന്നലത്തെ ഡേ ഫുള്ളും ഈ പറയുന്ന ബോണസ് ടാസ്ക് ഇല്ലാത്ത സമയം മുതൽക്ക് തന്നെ തുടങ്ങി. ബോണസ് ടാസ്കിൻ്റെ സമയത്തല്ലാതെ ഫുൾ ടൈം നോറ ഈ ടോപ്പിക്കായിരുന്നു. ഓക്കെ, ഇന്നലത്തെ എപ്പിസോഡ് നമ്മളത് മുഴുവൻ കണ്ടു. എപ്പിസോഡ് തീർന്നു. വീണ്ടും ലൈവ് സ്റ്റാർട്ട് ചെയ്തു. രാത്രി പീപ്പിൾ റൂമിനകത്ത് ഋഷിയും അൻസിബയും കൂടി വീണ്ടും അൻസിബ പറയാണ് നോറ എന്ത് മോശപ്പെട്ടവളാണ്. അവളുടെ വീട്ടുകാരെ നാട്ടുകാർക്ക് മുന്നിൽ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുകയാണ് അവൾ. അവളോട് ഇഷ്ടമല്ലെങ്കിൽ അവരിവിടെ വന്ന് കയറുമോ? അവരിവിടെ വന്ന് കയറിയിട്ടും വീണ്ടും അവൾ എന്തൊരു കള്ളിയാണ് അവൾ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ ലൈവിൽ അൻസിബ പറയുന്നുണ്ട് രാത്രി. അപ്പോൾ ഇന്നലെ ഞാൻ പോയി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി മെനിഞ്ഞാന്നത്തെ ലൈവ് പോലും തന്നെ, കാരണം മെനിഞ്ഞാന്ന് രാത്രിയും സെയിം ഇതേ സാധനങ്ങളാണ് നടന്നത്. അല്ല, ഓക്കെ, നേരം വെളുത്തു. രാവിലെയും ഇത് തന്നെയാണ് സംസാരം. മോർണിംഗ് ടാസ്ക് കൊടുത്തു. 75 ദിവസമായി ഇന്ന്. അപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, പുറമേ ഉള്ളവരുടെ ചിന്തകൾ എല്ലാമാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് ബിഗ് ബോസ് ക്രൂ ഇങ്ങനെയാണ്, ബിഗ് ബോസിൻ്റെ സ്വപ്നമായിരുന്നു, ബിഗ് ബോസിലേക്ക് വരാൻ ഇത്ര നാളെടുത്തു എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിനകത്ത് കുറേ വാല്യുബിൾ ആയിട്ടുള്ള സംഭവം പറയുന്നത് സിജോയാണ്. സിജോ ഒത്തിരി കാര്യങ്ങൾ ബിഗ് ബോസിൻ്റെ ക്രൂവെ കുറിച്ചും ഇതിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. പിന്നെ കുറേ പേര് സ്ക്രിപ്റ്റ് ആണെന്ന് പറയും, സ്ക്രിപ്റ്റ് എല്ലാം മെഡിക്കൽ റൂമിൽ കൂടെ കൈമാറും എന്ന് പറയാം, അങ്ങനെ ഒന്നുമില്ല എന്നെല്ലാം കുറേ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ് അവസാനം അൻസിബ വരുന്നു. അപ്പോൾ അൻസിബ അവിടെയും ഈ നോറ എടുത്തിട്ട് ഉടുക്കുവാണ്. ഇവിടെ പലരും ഫേക്ക് കാണിച്ച് നിൽക്കുന്നുണ്ട്. അതെല്ലാം പ്രേക്ഷകർ പൊക്കും. എത്ര ദിവസം ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാലും ആളുകളുടെ കണ്ണിൽ പെടാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആളുകൾക്ക് വിവരമുണ്ട്, ബുദ്ധിയുണ്ട്. കണ്ണിൽ പൊടിയിരുന്നത് എപ്പോഴും സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും നോറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശരിക്കും ഇഷ്ടം പോലെ പറഞ്ഞു. നോറ പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടിയില്ല. വീണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നേരെ പീപ്പിൾ റൂമിൽ വന്നിരിക്കുകയാണ്. ഋഷി അവിടെ ഉണ്ട്. ഇത് തന്നെയാണ് സംസാരം. ഞാൻ ഇനി അവളെ അടുപ്പിക്കത്തില്ല. എടാ ഋഷി, ഇന്നലെ രാത്രി പറഞ്ഞു, എടാ ഋഷി ഇന്നലെ രാത്രി നീ അവളുടെ അടുത്ത് മിണ്ടരുത് കേട്ടോ, നീയും ഇനി മിണ്ടരുത്, നീയും ഇനി അടുപ്പിക്കരുത്. ഇല്ല ഞാൻ അടുപ്പിക്കത്തില്ല. അപ്പോൾ വീണ്ടും അൻസിബ പറയാണ് അവൾ എന്ത് മോശമാണ് അവളുടെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെയല്ല. അവളുടെ വാപ്പാരുടെ അടുത്ത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങളുടെ മോള് നിങ്ങളെക്കുറിച്ച് ഷോയിൽ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഫീലിങ്സ് ആണ് അവളുടെ വീട്ടുകാർക്ക് ഉണ്ടാവുന്നത്? അവൾക്ക് അതുപോലെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? അവൾ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ ഋഷി ശരി തന്നെ അല്ലേ? അയ്യോ, അപ്പോൾ എനിക്ക് അത് കാണുമ്പോഴാണ് ഋഷി കേട്ടോണ്ടിരിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഋഷി അടിമയാണെന്ന് നമുക്കൊക്കെ തോന്നുന്നത് എന്താണെന്ന് പറയട്ടെ. അൻസിബ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഋഷി ശരിയാണല്ലേ, തന്നെ, അയ്യോ അങ്ങനെയാണല്ലേ, തന്നടി, ശരി തന്നെ അൻസിബ, ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്ത പോലെ അൻസിബ പറയുമ്പോ അയ്യോ ഷെടാ ചോ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ഈ കുടുംബശ്രീയിലെ വിശേഷം കേട്ടിരിക്കുമ്പോൾ അയ്യോ അങ്ങനെ തന്നെയടി സരസേ, അയ്യോ ശ്യാമളെ പിടിച്ച് തള്ളിയിട്ടാ, അയ്യോ കൊള്ളാം ശിശു, എന്നാലും എന്തിനു ചെയ്തത്, ആ ലെവലാണ് ഇപ്പം ഋഷി അൻസിബ എടുത്തിരിക്കുന്നത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞ, അല്ലാതെ ഞാൻ ഋഷി ഒന്നും പറയുന്നല്ല. ഋഷിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റും. വൈ അൻസിബയുടെ കൂടെ വയ്ക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അൻസിബ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഋഷി അത് തൊണ്ട തൊടാതെ എന്ന് പറഞ്ഞു വിഴുങ്ങുന്നതിന്റെ കാര്യം എന്താണ്? അൻസിബ പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഋഷി ഇതിരുന്ന് മിണിങ്ങസ്യ വിഴുങ്ങിയിട്ട് അയ്യോ ആണോ അതെ ഇതേന്ന് ചോദിക്കുമ്പോഴത്തേക്കും
അവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ കളിക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബയാണ്. അൻസിബ ഞാൻ എപ്പോഴും ഞാൻ പറയാം, അൻസിബ കട്ടിലിരുന്ന് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് കുത്തി ഇളക്കി. ഇത് അൻസിബ കുത്തി ഇളക്കുന്നതല്ല. എപ്പോഴും ഞാൻ പറയാം ഇത് കുത്തി ഇളക്കുന്നതല്ല. ഇത് കറക്റ്റ് കാര്യമാണ് നോറയ്ക്കെതിരെ പറയുന്നത്. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറയട്ടെ. ദിവസം ഇന്നിപ്പോൾ 2 നോറയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് അൻസിബയ്ക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് അടിക്കും. ഇന്നലെ ഒരു ദിവസം നോറയെക്കുറിച്ച് ഫുൾ പറഞ്ഞ് അൻസിബ ഗെയിം എക്സ്പോസ് ചെയ്തു. സൂപ്പർ പ്ലാൻ, അതെല്ലാം അടിപൊളി. നോറ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെളിയിൽ കൊണ്ടുവന്നു. നോറയുടെ തനിരൂപം വെളിയിൽ കൊണ്ടുവന്ന് കാണിച്ചു, വലിച്ചു കീറി വിട്ടു. അതെല്ലാം അടിപൊളി. പക്ഷേ ഇത് ഡേ ബൈ ഡേ ഈ സാധനം തന്നെ, മാസ് കാണിച്ച സാധനം തന്നെ വീണ്ടും വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ അത് ഓടത്തില്ല. ഒരാൾ നമ്മുടെ മുന്നിൽ ഫസ്റ്റ് ഒരു മാജിക് കാണിക്കുമ്പോൾ നമ്മൾ ഞെട്ടും. വീണ്ടും അതേ മാജിക് തന്നെ സെയിം മാജിക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടോ? ഇല്ല. ഒരു 5 തവണ അത് കാണിച്ചു കഴിഞ്ഞാലോ നമുക്ക് മടുക്കും, നമുക്ക് വെറുപ്പ് തോന്നും. അതാണ് ഇപ്പം അൻസിബ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞു ഓക്കെ പെർഫെക്റ്റ്, ഇത് വീണ്ടും 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 പറയുമ്പം നോറയെ പേഴ്സണൽ ടാർഗറ്റ് ചെയ്ത പോലെ ഇത് പുറത്ത് ഔട്ട്പുട്ട് വരത്തുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം നോറ ഇതുവരെ പ്രതികരിക്കാത്തത് നോറയുടെ ബുദ്ധിയാണ്. കാരണം നോറ പ്രതികരിച്ചു കഴിഞ്ഞാൽ പണി പാളും. വീണ്ടും പുതിയ പുതിയ പോയിന്റ്സ് അൻസിബ എടുത്തിടും. അപ്പം അൻസിബ പഴയ പോയിന്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അൻസിബ കളിക്കുന്നുണ്ടെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലും അൻസിബയ്ക്ക് നെഗറ്റീവ് ആവും. ഈ പറയുന്ന മിണ്ടാതിരിക്കുന്ന നോറയ്ക്ക് സപ്പോർട്ടും ആവും. അതാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ് അങ്ങനെയാണ്. അകത്തിട്ട് ആൾക്കാർ വളഞ്ഞാക്രമിക്കും, പുറത്ത് ആൾക്കാർ ചേർത്തങ്ങ് പിടിക്കും. ആ സാധനമാണ് ഇപ്പോൾ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഋഷി, അൻസിബ, നോറ ഇവർ 3 പേരും കൂടെയാണ് ഇപ്പോൾ ഇഷ്യൂ ഉള്ളത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഋഷിക്കാണ്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടാൻ പോകുന്ന ഋഷിക്കാണ്. കാരണം അൻസിബയുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ടാണ്, സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാതിരിക്കുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് തന്നെ അൻസിബ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നോറ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്, നോറ ഇവിടെ വന്നിട്ട് ഒത്തിരി സ്ട്രെങ്തായി, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഇപ്പം നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് കരയണ്ട, അവൾ പിടിച്ചു നിൽക്കുന്നതാണെന്നാണ്. അങ്ങനെ അല്ല, അവൾ കരയാത്ത, ഇനി അവൾക്ക് കരയാനൊന്നും ഇല്ല. അവളുടെ ഗെയിം പൊളിഞ്ഞു. ഇനി കരഞ്ഞു കഴിഞ്ഞാൽ അത് കൂടി പൊളിയുമെന്ന് അവൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾ കരയാതെ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ അവൾ ഭയങ്കര ശക്തി ആർജിച്ചതോ ഊർജിച്ചതോ ഒന്നും അല്ല. അവൾ തുടക്കത്തിൽ നമ്മുടെ കൂടെ വന്ന് ഇങ്ങോട്ട് കൂട്ടുകൂടിയതല്ലേ. അവളല്ലേ ഡെന്നിലേക്ക് വന്നത്, പണ്ടത്തെ കാര്യമൊക്കെ എടുത്തിട്ടാണ്. അവളല്ലേ എന്തെങ്കിലും കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ 1ാമത്തെ ആഴ്ച മുതലുള്ള കഥ പറഞ്ഞു തുടങ്ങുന്നത് അവളാണ്. നമ്മളടുത്ത് കൂട്ടുവിടാൻ ഡെന്നിൽ വന്ന അവളാണ്. നമ്മളല്ല അങ്ങോട്ട് കൂട്ടുവിടാൻ പോയി. നമുക്കിനി അത് വേണ്ട. ഇനി ഞാൻ അടുപ്പിക്കത്തില്ല അവളെ, നീയും അടുപ്പിക്കരുത് ഋഷി എന്ന് വീണ്ടും അൻസിബ പറയാണ്. അവൻ നോറയെ വിടാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അൻസിബ. അപ്പോൾ അത് അൻസിബയ്ക്ക് ഇന്നും കൂടെ ഓക്കെ. ഇനിയും ഇത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കട്ട നെഗറ്റീവ് ആവും. അൻസിബ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അതിപ്പം 1-2 ദിവസമായിട്ട് അൻസിബ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.